السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمدك يا من أوضحت لنا سبل الهداية وأزهت عن بصائرنا عشاوة الغوايا، ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ليس البر أن تولوا وجوهكم قبل المشرق والمغرب، ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഒത്തുചേരൽ സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്പസമയം ഇൻഷാ അല്ലാഹ് ഈമാനുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ, നമ്മുടെ അഖീദപരമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈമാൻ മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം അയാൾക്കുണ്ടാകുന്ന ഇസ്സത്തും അല്ലാഹു അയാൾക്ക് നൽകുന്ന സുരക്ഷിതത്വവും അതിവിശാലമാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹുവിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ പരലോകത്തുള്ള വിശ്വാസങ്ങളുമൊക്കെ അതിനെ കൃത്യമായി ഓർക്കുന്ന, ആ വിശ്വാസത്തെ പുതുക്കുന്ന, ഈ വിശ്വാസങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അറിവുകളും മറ്റന്വേഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബലം, ശക്തി അതിവേറെ വിശിഷ്ടമായ കാര്യമാണ്. പരലോക ചിന്തയില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ലോകത്ത് ഒരുപാട് അക്രമങ്ങളും കൊള്ളയും ചതിയും മൂല്യച്യുതികളുമെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങളെ ഇന്ന് നമുക്ക് കാണാനാവും. മനുഷ്യന്മാരെ വഞ്ചിക്കുന്ന, അതല്ലെങ്കിൽ അധാർമിക പ്രവർത്തനങ്ങളിൽ സജീവനാകുന്ന ഒരുപാട് മുസ്ലിം നാമധാരികൾ. നമ്മളൊക്കെ പറയും, അങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പടച്ചവനെ പേടില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പരലോക ചിന്ത ഇല്ലാഞ്ഞിട്ടാണ് അങ്ങനത്തെ ആളുകൾ അത്തരം പ്രവർത്തനങ്ങളിൽ സജീവരാകുന്നത് എന്നൊക്കെ നമ്മൾ മറുപടി പറയാറുണ്ട്. ശരിയാണ്, ഈമാൻ അതിശക്തമാവണം. കേവലം വാക്കുകളിൽ ഒതുങ്ങേണ്ടതല്ല ഈമാൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പരലോക ചിന്ത. അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഈമാനിന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ കാര്യമായി നമ്മൾ എണ്ണിപ്പടിച്ചത്. ഈമാൻ കാര്യങ്ങൾ 6 നമ്മൾ മദ്രസ മുതലേ പഠിച്ചു പോകുന്ന കാര്യമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ മലക്കുകളുള്ള വിശ്വാസം, റസൂലുമാരുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസം, ആഖിറത്തിലുള്ള വിശ്വാസം. ഇതൊക്കെ മുഅ്മിനീങ്ങൾ കൃത്യമായി എണ്ണിപ്പടിച്ച കാര്യങ്ങളാണ്. പക്ഷെ എണ്ണിപ്പടിക്കുക എന്നതിനപ്പുറം അതിന് മനസ്സുകൊണ്ട് കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിൻ. അള്ളാഹുവിനെ കൃത്യമായി പഠിക്കാനും അള്ളാഹുവിനെ മനസ്സിലാക്കാനും അവന്റെ ആയുസ്സിനെ ചെലവഴിച്ച് പടച്ചറപ്പിലുള്ള വിശ്വാസത്തെ രൂഢമൂലമാക്കാൻ മുഅ്മിനീങ്ങൾക്കാവണമെന്നാണ്. ഇന്ന് പരലോക ചിന്തയുമായി ബന്ധപ്പെട്ട അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തെ സംബന്ധിച്ചുള്ള സംസാരമാണ് അല്പസമയം നമ്മളിവിടെ നിർവഹിക്കുന്നത്. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്പ മണിക്കൂറുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം പാലക്കാടുണ്ടായ അപകടത്തിലെ ചില കുറിപ്പുകൾക്ക് താഴെ യുക്തിവാദികൾ എഴുതിവിട്ട ഒരു വരിയാണ്. പിഞ്ചു കുഞ്ഞുങ്ങള് മരണപ്പെട്ടതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഭയങ്കര വികാരാതീതരായ എഴുത്തുകൾ എഴുതുന്നവരാണ്. ദൈവം എന്താ കണ്ണടക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരാള് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത്, അഥവാ ബൈക്കിൽ ഒരു സ്കൂട്ടറിൽ പിന്നിൽ മകനിരിക്കുന്നുണ്ട്.
തന്റെ ആൺകുട്ടി ബൈക്കിന്റെ അടുത്തുനിന്ന് ഓടിയിട്ട് റോഡിലേക്ക് കയറുമ്പോ അതിവേഗതയിൽ ഓടി വരുന്ന ഒരു ലോറി അല്ലെ, ഒരു നിശാനോ അല്ലെങ്കിൽ അത്ര വലിപ്പമുള്ള ഒരു ചെറിയ വേഗതയിലാണ് വരുന്നത്. കുട്ടി ഇങ്ങനെ പോയി അതിൽ തട്ടാതെ തിരിച്ചു വന്നപ്പോ അന്താളിച്ച് അത്ഭുതപ്പെട്ട് അതല്ലെങ്കിൽ പരിഭ്രാന്തിയിൽ നിൽക്കുന്ന പിതാവിന്റെ ചിത്രം വളരെ അത്ഭുതത്തോടെ സോഷ്യൽ മീഡിയ ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇത് എന്റെ അടുത്ത് കൊടുത്തിട്ട് അറിയാം. അപ്പൊ അതിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പടച്ചിറപ്പ് ആ കുട്ടിനെ കാത്തു, അള്ളാഹു ആ കുട്ടിയെ സംരക്ഷിച്ചു, അള്ളാന്റെ കാവലാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകള് ഈമാന്റെ വരികൾ ഇങ്ങനെ എഴുതിവിട്ടപ്പോ ഈ യുക്തിവാദികൾ അതിനെ എടുത്തിട്ടാണ് അതും എടുത്തിട്ട് അലക്കാൻ. ആ 4 കുട്ടികൾ മരിച്ചപ്പോ ദൈവോട് ഈ കുട്ടികൾ രക്ഷപ്പെട്ടപ്പോ നിങ്ങൾ ദൈവം എന്ന് പറയുമ്പോ ഇതിന് രണ്ടിനെയും അങ്ങനെയും ഇങ്ങനെയും ജനങ്ങൾക്കിടയിൽ ആശങ്കകളും അനാവശ്യമായ തർക്കങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്ന ദൈവനിഷേധികൾ. അള്ള എന്തെങ്കിലും ദുരന്തം ഉണ്ടാവുമ്പോ അള്ളല്ല, ദുരന്തം ഉണ്ടാകുമ്പോ പടച്ചിറപ്പ് എവിടെ, ദൈവങ്ങൾ എവിടെ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? യുക്തിവാദി നേരാ പുറത്തേക്ക് വരിക. പക്ഷെ ലോകത്ത് ഒരു കുട്ടി പിറന്നപ്പോ, ഒരു കുട്ടി ജനിക്കുമ്പോ അതിന്റെ പിന്നിൽ ദൈവകരങ്ങളില്ലേ, അള്ളാഹുവിന്റെ കഴിവുകളില്ലേ, അള്ളയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ആ സമയത്ത് ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും ദുരന്തം ഉണ്ടാവുമ്പോഴാണ് ഇവരിങ്ങനെ ആർത്തട്ടാസിച്ച് പറയാം ദൈവമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ. എന്ത് നിരർത്ഥകമായ വാദങ്ങളാണ് ഇതൊക്കെ. ഓരോരുത്തർക്കും അവരുടേതായ മരണത്തെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് കുഞ്ഞു മരിക്കുമ്പോ മാത്രമല്ല ഒരു മനുഷ്യന്റെ മനസ്സ് പെടുക. എത്ര വാർദ്ധക്യത്തിലെത്തിയ ഉമ്മ മരണപ്പെട്ടാലും ഒരു മനുഷ്യ മനസ്സ്, ഹൃദയം നുറുങ്ങും വേദനിക്കും അല്ലെ. ദുരന്തങ്ങളുടെ ആഴം നോക്കിയിട്ടല്ല ദൈവത്തെ വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെ സംബന്ധിച്ച് സംസാരിക്കേണ്ടത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ കഴിവുകളെ കൃത്യമായി ഓരോ മൂന്നിനും ആ ഈമാനിനെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ ഹദീസുകളിൽ നിന്നുമാണ്. നമ്മൾ പരലോക ചിന്തയുമായി ബന്ധപ്പെട്ട സംഭവം പറയുമ്പോൾ അഥവാ മരണം എന്നുള്ളത് എല്ലാവർക്കും സുനിശ്ചിതമായ കാര്യമാണ്, ആർക്കും ഓടിപ്പോവാൻ പറ്റാത്ത. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, റബ്ബ് പറഞ്ഞു എല്ലാ നഫ്സും, എല്ലാ ദേഹവും മരണം രുചിക്കുക തന്നെ ചെയ്യും. ഈ ആയത്ത് എത്ര തവണ ഖുർആനിൽ വന്നു? ഒരിടത്ത് മാത്രമല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നുള്ള വാക്ക് 7 8 തവണ ഉള്ള വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച പദമാണ്. എല്ലാ നഫ്സും മരണം രുചിക്കുക തന്നെ ചെയ്യും. നമുക്ക് മരണമുണ്ട്. 4 കുട്ടികളുടെ ശരീരങ്ങളുടെ മുകളിലേക്ക് ഒരു വലിയ ലോറി വന്നു വീണപ്പോ അവരുടെ മരണത്തെ റബ്ബ് നിശ്ചയിച്ചത് അങ്ങനെയാണ്. നമ്മുടെ മരണമൊക്കെ ഇങ്ങനെയെന്നുള്ള അല്ലാഹു ആലം, നല്ല മരണം ഉള്ളത് നൽകട്ടെ അല്ലെ. പക്ഷെ ഏതൊരു മരണവും ഭീകരമാണ്. അത് അങ്ങനെ ഒരാള് രോഗശയ്യയിൽ കിടന്ന് മരിക്കുന്നത് ഭീകരമല്ല നമുക്ക് പറയാനാവില്ല, അത് ഭീകരമാണ്. കാരണം ബർസഖിനെ അള്ളാഹുവിന്റെ റസൂലും വിശദീകരിച്ചത് അങ്ങനെയാണ്. അതൊരു വലിയ സംഭവമാണ്. കാരണം അവിടെ പോയാൽ ആരും എന്ത് ചെയ്തിട്ടില്ല, തിരിച്ചു വന്നിട്ടില്ല. മരണം രുചി നോക്കുന്ന നിമിഷം, മരണം രുചി നോക്കുന്നതിന്റെ തൊട്ട് നിമിഷം മുമ്പ് ബർസഖ് ആരംഭിക്കാൻ, ഒരാൾ മരണത്തിലേക്ക് അടുക്കുന്ന കാലെടുത്തു വെക്കുന്ന നിമിഷം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഒരാളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്നത് വരെ അവൻ എന്ത് ചെയ്യുന്നു? കണ്ടു തുടങ്ങുന്നു. അത് അവനാ കാണുന്നത്. മരണപ്പെടാൻ പോകുന്ന ആള് വേറുള്ള ആളുകൾ കാണുന്നുണ്ടോ? ഇല്ല. അടുത്തുള്ള ആളുകൾക്ക് അതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല, ഒരു ചിന്ത ഉണ്ടാവില്ല. ചിലപ്പോ അയാൾ മരിക്കുന്നത് നിശ്ചലനായിട്ടായിരിക്കാം അല്ലെ, ഒരു വാക്കുരിയാടാതെ ആയിരിക്കാം, ഒന്നും അറിയാതെ ആയിരിക്കാം. കുറെ വിളിച്ച് തട്ടി നോക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല, ജീവനുണ്ടാവില്ല. പക്ഷെ അയാൾ അനുഭവിച്ച ഒരു ഭീകരത ഉണ്ട്, അയാൾ അനുഭവിച്ച ഒരു പ്രയാസമുണ്ട്, ഒരു ദുരന്തമുണ്ട്. മരണമാകുന്ന ദുനിയാവിലെ റബ്ബിന്റെ പരീക്ഷണം. ദുനിയാവിൽ മാത്രമല്ലേ മരണമുള്ള അവിടുന്ന് കെട്ടുണ്ടോ? ഇല്ല. നമ്മൾക്കൊക്കെ അനുഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് അതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വരികളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ ഹദീസുകളിൽ കാണാനാകും. നബി തനിച്ചു കിടക്കുകയാണ്, വിറങ്ങലിച്ചു നിൽക്കുന്ന സമയങ്ങളെ ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടു. നബിയുടെ നാവിൽ നിന്ന് പൊട്ടിത്തുടങ്ങുന്ന നബിയുടെ ചുണ്ടുകൾ ആയിഷ ബീവി നനച്ചു കൊടുത്തതും, പനിച്ചു വിറച്ചപ്പോ ചൂടുള്ള നബിയുടെ ശരീരത്തെ തണുത്ത നനഞ്ഞ തുണികൾ കൊണ്ട് ആയിഷ ബീവി തൊപ്പിയെടുത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണരംഗത്തിന്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാനാകും. ആ സമയത്ത് റസൂലുള്ളാഹി പറയണ ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് തീർച്ചയായും വേദന ഉണ്ട്. മരണത്തിന് വേദന ഉണ്ട്. എന്തായാലും വേദനക്കാതെ ആർക്കും ചെയ്യാൻ പറ്റൂല, മരിക്കാൻ പറ്റൂല. ചില ആൾക്കാർ ചോദിക്കും, ഇത്യാദിയുടെ ചോദ്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സൈനൈഡ് കഴിക്കുന്ന ആൾ ഉടനെ തന്നെ എന്ത് ചെയ്യും? ആ നിമിഷം മരിക്കുന്നൻ. അപ്പൊ അയാൾക്ക് ഈ മലക്കുൽ മൗത്ത് വരുന്നതും അതുപോലെ തന്നെ മറ്റു മലക്കുകൾ വരുന്ന രംഗങ്ങളൊന്നും അയാൾക്കില്ലേ? അയാൾക്ക് അതുണ്ട്. പക്ഷെ അയാളുടെ ബർസഖില് അയാൾ അനുഭവിച്ചതാണ്. ഒപ്പം നിൽക്കുന്നവർ മരണത്തിലേക്ക് എത്തിയിട്ടില്ല. അവരുടെ ഘട്ടമാകുമ്പോൾ അവരെന്ത് ചെയ്യും? അതിനനുഭവിക്കും.
ഒരു വ്യക്തി അവന്റെ മരണ നിമിഷം അവന്റെ ബർസഖ് എണ്ണപ്പെടുന്ന ബർസഖിന്റെ തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ അവൻ ഇതിനെ മുഴുവൻ എന്ത് ചെയ്യുന്നു, അനുഭവിച്ചു തുടങ്ങുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇഹലോകത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും ഇടയിലുള്ള ഒരു മറ, അതാണ് ഖബർ ജീവിതം. അതെല്ലാവർക്കും സുനിശ്ചിതമായ കാര്യമാണ്. മരണം രുചി നോക്കുന്ന ഏതാത്മാവും അവർ ബർസഖിയായ ജീവിതത്തെ അനുഭവിക്കേണ്ടവനാണ്. ഈ വിശ്വാസം, ഈ പാരത്രിക യൗമുൽ ആഖിർ എന്ന് പറയുമ്പോൾ, പരലോക വിശ്വാസം എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യ ഭാഗം മരണാനന്തര ജീവിതമാണ്. മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് ഈ ബർസഖ് മുതലുള്ള കാര്യമാണ്. ബർസഖ് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തുള്ളത്, ഉയർത്തെഴുന്നേൽപ്പുള്ളത് എന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു സംഭവം പറഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മക്കിയായ സൂറത്തുകൾ വിശദീകരിക്കുമ്പോൾ പറയാറുണ്ട്. ആയിഷ ബീവി ഒരിക്കൽ പറഞ്ഞു, അവ്വലു മാ നസല മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് സൂറത്തുൻ ഫീഹാ ദിക്റുൽ ജന്നത്തി വന്നാർ, ചില സൂറത്തുകളാണ്. ആ സൂറത്തുകളിൽ സ്വർഗത്തെ സംബന്ധിച്ചുള്ള പരാമർശം, നരകത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുള്ള സൂക്തങ്ങളാണ് ആദ്യം ഇറങ്ങിയതെന്ന. ഇതിൽ ആദ്യം ലൗഹുൽ മഹ്ഫൂസിൽ കൊണ്ടുവന്ന സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ്. മക്കിയായ സൂറത്തുകളിൽ സ്വർഗവും നരകവുമാണ് പ്രതിപാദന വിഷയം. കഴിഞ്ഞ് ഏതാ അവിടെ ആദ്യം ഉദ്ദേശിച്ചത് സൂറത്തുൽ മുദ്ദസ്സിർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച് തീർത്ത സൂറത്തുൽ മുദ്ദസ്സിർ ആദ്യം ഇറങ്ങിയ ഭാഗം. ആ സൂറത്തിന്റെ പ്രത്യേകതയാണ് ആയിഷ ബീവി ഇങ്ങനെ പറയുന്നത്, വഹിയ സാനി സൂറത്തിൻ നുസൂല, രണ്ടാമതായി ഇറങ്ങിയ സൂറത്ത് മുദ്ദസ്സിർ. ആദ്യം ഇറങ്ങിയത് അലഖാൻ. എന്നിട്ട് ആയിഷ ബീവി പറയാൻ, ഹത്താ ഇദാ അസാബ الناس الى الاسلام نزل الحلال والحرام, പിന്നീട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ തിങ്ങിക്കൂടി ജനങ്ങൾ ഇങ്ങനെ വന്നപ്പോ പിന്നീട് കുറെ വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, ഹലാലുകളും ഹറാമുകളും നിഷിദ്ധങ്ങളും അനുവദനീയങ്ങളുമാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് റബ്ബ് സംസാരിച്ചു തുടങ്ങിയത്. എന്നാൽ ആയിഷ ബീവി പറയുന്നു, വലൗ നസല അവ്വല ശൈഇൻ, ആദ്യമങ്ങാനും ഇറങ്ങിയിരുന്നത് ലാ തശ്റബുൽ ഖംറ, നിങ്ങൾ കള്ള് കുടിക്കരുത് എന്നുള്ള ആയത്താണ് ആദ്യം ഇറങ്ങിയിരുന്നതെങ്കിൽ ഖാലു, ആ മക്കക്കാര് പറയുമായിരുന്നു, ലാ നദഉൽ ഖംറ അബദാ, ഞങ്ങൾ ഒരിക്കലും ഖംറിനെ ജീവിതത്തിൽ ഉപേക്ഷിക്കുമായിരുന്നില്ല. നമ്മളിത് മുഖദ്ദിമയിൽ പറഞ്ഞതാ, മക്കിയായ സൂറത്തുകളുടെ തുടക്കങ്ങൾ നമ്മൾ വിശദീകരിച്ചതാ. ഇതുവരെ പറയാനുള്ള ഒരു കാര്യമുണ്ട്. ആയിഷ ബീവി തുടരുന്നു, വലൗ നസല ലാ തസ്നൂ, ആദ്യമങ്ങാനും മക്കക്കാരോട് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന ആയത്താണ് പറഞ്ഞിരുന്നെങ്കിൽ, അവർ അവതരിച്ചിരുന്നതെങ്കിൽ ലഖാലു ലാ നദഉ സിന അബദാ, ഞങ്ങൾ ഒരിക്കലും സിനയെ ഉപേക്ഷിക്കുമായിരുന്നില്ല എന്നവർ പറയുമായിരുന്നെന്നാണ്. എന്നാൽ ലഖദ് നസല ബിമക്ക അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഇന്നി ലജാരിയത്തുൻ അൽഅബ്, ഞാൻ ചെറിയ കുട്ടിയായി കളിക്കോപ്പ് കൊണ്ട് കളിക്കുന്ന പ്രായത്തിൽ, ഒരു പെൺകുട്ടിയായി കളിക്കുന്ന പ്രായത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിച്ച ആയത്തുകൾ എന്താണ്, ബൽസാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ, അന്ത്യസമയം, ബലിസ്സാഅ എന്നാൽ അന്ത്യസമയം, അത് മൗഇദാൻ, റബ്ബ് തീരുമാനിച്ചു വെച്ച ഒരു വാഗ്ദാനമാണ്. വസ്സാഅതു അദ്ഹാ വഅമർ, അന്ത്യസമയമാകട്ടെ അത് ഏറെ ഭീകരമാണ്, ഏറെ കൈപ്പുള്ളതുമാണെന്നാണ്. ഭയങ്കര ദുരന്തം പറയുന്ന മഹാസംഭവമാകുന്ന ഒരു കാര്യമാണ് അന്ത്യസമയം. അതും ആദ്യം ഇറങ്ങിയ ആയത്ത്, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആയിഷബീന്റെ പ്രായം എത്ര നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലുള്ള ആ കാലഘട്ടത്തിലല്ല ആയിഷബീനെ വാങ്ങിക്കുന്നതും അല്ലെ, തീരെ ചെറിയ പ്രായം. ആ പ്രായത്തിൽ ജാരിയത്തുൻ അൽഅബ്, കളിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്ന് പറയുമ്പോ അവര് ആദ്യത്തെ ഘട്ടങ്ങളാണ്, ഇസ്ലാമിന്റെ ആദ്യത്തെ ഭാഗങ്ങളെ വിശദീകരിക്കുന്നത്. ആദ്യം ഇറങ്ങിയത് അന്ത്യനാളുമായി ഈമാൻ, അവരുടെ മനസ്സുകളിൽ ആഖിറത്തെന്ന പരലോക ചിന്തകളെ ഉളവാക്കുന്ന ആയത്തുകളെയാണ് റബ്ബിന്റെ ഇറക്കിയത്. അതിങ്ങോട്ട് ഉള്ളിൽ കയറുമ്പോ പരലോക ചിന്ത ഉണ്ടാകും, അള്ളാഹിനെ കുറിച്ച്, അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോക വിശ്വാസവും മനസ്സിലുണ്ടാകുമ്പോ ഒരു മനുഷ്യൻ ഏറ്റവും നല്ല ഒരു ജീവിത രീതിയെ സ്വീകരിക്കുമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അള്ളാഹു അങ്ങനെയാണ് അതിനെ നിശ്ചയിച്ചിട്ടുള്ളത്. എന്റെ ആയിഷ ബീവി പറയാൻ, വമാ നസലതു സൂറത്തുൽ ബഖറത്തി വന്നിസാഇ ഇല്ലാ വഅന ഇൻദഹു ഫീ മദീന, സൂറത്തുൽ നിസാഉം സൂറത്തുൽ ബഖറയും അവതരിക്കുന്ന സമയത്ത് ഞാൻ മദീനയിലാണ്. അഥവാ പിന്നെയും 13 കൊല്ലം 14 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സൂറത്തുകൾ അവതരിക്കുന്നത്. അപ്പൊ അവർക്ക് എത്ര പ്രായം, 20 അടുത്ത്, 20 കഴിഞ്ഞ്
21 വയസ്സ് 22 വയസ്സൊക്കെ ഉണ്ടാവും ഈ സൂറത്ത് മുഴുവൻ അവതരിച്ച് തീരുമ്പോ. ബാലികയായ സമയത്താണ് പരലോക ചിന്ത ഇറങ്ങിയത്. അപ്പൊ അത്രയും വർഷം കഴിഞ്ഞിട്ടാണ് റബ്ബ് ഹലാലുകളെയും ഹറാമുകളെയും ലോകത്തെ പരിചയപ്പെടുത്തുന്നത്. കാരണം എന്താ? മനസ്സിനാദ്യം പരലോക ചിന്ത രൂപമൂലമായിട്ട് നമ്മളൊരു മുഅ്മിനാവണം, നമ്മൾ മുഅ്മിനീങ്ങളാവണം, പരലോക അല്ലാഹനെ കുറിച്ച് പേടിണ്ടാവണം, ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കുമ്പോഴും അള്ളണ്ടെന്നുള്ള ബോധം ഉണ്ടാവണം, മരണപ്പെട്ടു കഴിഞ്ഞാൽ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന ചിന്ത ഉണ്ടാവണം, മരണം എനിക്കുമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ എനിക്കും ഒരു ബർസഖുണ്ടെന്ന ചിന്ത ഒരാളുടെ മനസ്സിലുണ്ടാകണം. അതുണ്ടാവുമ്പോഴാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്? അയാൾ നന്നാവുന്നത്, അയാൾ ഏറ്റവും നല്ല മുഹ്സിനാവുന്നത്, അയാൾ ഏറ്റവും നല്ല മുഅ്മിനാവുന്നത്, അയാൾ മൂക്കിനാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്ത്യസമയത്തെ സംബന്ധിച്ച് ഇങ്ങനെ ആയിഷ ബീവി പറയണം. ഇങ്ങനെ ഓരോ ആയിഷ ബീവിനെ സംബന്ധിച്ചിടത്തോളം ചില പണ്ഡിതന്മാർ പറഞ്ഞത് പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ അറിവുള്ളവൾ എന്തിനെ സംബന്ധിച്ച്? ബിൽ ഹലാലി വൽ ഹറാം, മഹാപണ്ഡിത. ഹലാലിനെയും ഹറാമിനെയും സംബന്ധിച്ച് കൃത്യമായി അറിയുന്ന മഹാപണ്ഡിതകളിൽ ഒരാളാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ആയിഷ ബീവി എന്നാണ് അവർ പറഞ്ഞ വാക്കിൽ എന്തിനാണ് ഇവിടെ സൂചിപ്പിച്ചത്? ഈ ഒരു സംഭവം ആയിഷ ബീവി പറഞ്ഞത് ഇതിനാണ്. ആദ്യത്തെ സൂറത്തുകളിൽ, മക്കിയായ സൂറത്തുകൾ മുഴുവൻ അഖീദയാണ് വിഷയം. അഖീദ ഈമാനിനെ സംബന്ധിച്ചുള്ള വിഷയമാണ്. മാത്രവുമല്ല പരലോകത്തേക്ക് മടങ്ങിച്ചെല്ലേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അല്ലെ? وكان بمثابة تربية لجيل الصحابة على تقوية الإيمان باليوم الآخر. പരലോക ചിന്ത അങ്ങനെ പറയുമ്പോ നബിയുടെ അനുചരന്മാരുടെ മനസ്സുകളിലെ ഈമാൻ ശക്തമായിരുന്നു എന്നാണ്. നമ്മൾ മരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഈമാൻ കൂടും, ഉറപ്പല്ലേ? ഈമാൻ കൂടല് പറഞ്ഞത് ഈമാൻ ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം മരണചിന്ത തന്നെ അടുത്തേക്ക് ഉണ്ടാവില്ല എന്നാണ്. മരണത്തെ സംബന്ധിച്ച് അവർ ആലോചിക്കൂല. ആരെ പോലെ? ജൂതന്മാരെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു അല്ലെ, ഓരോ ജൂതന്റെയും മനസ്സിന്റെ ആഗ്രഹമാണ്. ഇസ്രായേൽ സന്തതികളെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞു, ദുനിയാവിൽ 1000 വർഷം ഉംറുണ്ടായിരുന്നെങ്കിൽ മരിക്കണമെന്നുള്ള ചിന്ത തന്നെ ഇല്ല, അടുത്ത് കൊല്ലങ്ങളോളം ജീവിക്കണം എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. എന്താ കാരണം? അവർ പ്രവർത്തിച്ചതിന്റെ ഫലം. പ്രവർത്തിച്ചത് എന്താ? അള്ള പറഞ്ഞേക്കൂല, അവരിലേക്ക് പറഞ്ഞേക്കപ്പെട്ട അമ്പിയാക്കൾ പറഞ്ഞേക്കൂല. ധാരാളം അമ്പിയാക്കളെ കൊന്നൊടുക്കിയ സമൂഹം ഇസ്രായേൽ സന്തതികളാണെന്ന്. അവരുടെ ജീവിതത്തിലെ തിന്മകൾ നിമിത്തം മരിക്കാൻ പോലും അവർക്ക് എന്തുണ്ടായിരുന്നില്ല ആഗ്രഹം. 1000 കൊല്ലങ്ങളിലെ റബ്ബ് പറയുന്നു അവർ ഒരിക്കലും അതിനെ മോഹിച്ചിരുന്നില്ല. ഏതാഹു മരണത്തെ അവർ മോഹിച്ചിരുന്നില്ല, മരിക്കാൻ ഭൂതല്ല അവർക്ക്. കുറെ കാലം ഇല്ലാതെ ജീവിക്കണം എന്നുള്ള ചിന്തകളായിരുന്നു. എന്നാൽ മരണചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നവർ മുഅ്മിനീങ്ങളാണ്. അല്ലെ? പരലോക ചിന്ത മനസ്സിലേക്ക് കടന്നു ഈമാൻ ശക്തമാകുമ്പോൾ അത് വരുള്ളൂ. അവരുടെ മനസ്സിൽ ഈമാൻ എന്തല്ല? ശക്തല്ല. എന്നാൽ ഈമാൻ ശക്തമാകാനുള്ള മാർഗങ്ങളെ അള്ളാഹുവും അള്ളാഹിന്റെ റസൂലും കൃത്യമായി വിശദീകരിക്കണം. നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഓരോ മരണവാർത്തകളും ഓരോ ചിന്തകളും വരും. നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം? സ്വാധീനിക്കണം. നമുക്കും മരണം വരാറുണ്ട്. നമ്മുടെ ഈ മരണാനന്തര ജീവിതം ഏറ്റവും നല്ല സുഖകരമാവണമെങ്കിൽ നമ്മുടെ ഈമാൻ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം, തുക നന്നായിക്കൊണ്ടേയിരിക്കണം. അതിന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും പ്രവാചകന്റെ ഹദീസുകളുമാണ് ഏറ്റവും വലിയ മാർഗം എന്നാണ് ഈ പറഞ്ഞതിന്റെ മുഴുവൻ പൊരുൾ. ഈമാൻ അല്ലെ, ഈമാൻ ബിൽ യൗമിൽ ആഖിർ, പരലോക ചിന്ത, പരലോക വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? അതിനിപ്പോ ഒരു ആകത്തുക പറയണമെങ്കിൽ, അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മരണാനന്തര ജീവിതമുണ്ട് എന്ന വിശ്വാസമാണ്. അത് എവിടെ മുതൽ തുടങ്ങും? മരിച്ചത് മുതൽ തുടങ്ങും. ബർസഖ് മുതൽ ആദ്യത്തെ ഘട്ടം അതാണ്. റബ്ബ് പറയുന്നു, ഖുർആനിലെ ചില ആയത്തുകൾ വിശദീകരിച്ച് പദ്യമാണ്. അള്ളാഹു അവരുടെ കബറുകളിൽ നിന്ന് അവരെന്ത് ചെയ്യും? റബ്ബ് ഉയർത്തെഴുന്നേൽപ്പിക്കും. അവരെ വിചാരണ ചെയ്യാൻ വേണ്ടി. മുജാസാത്തിഹിം, എന്നിട്ട് നല്ലത് ചെയ്തവർക്ക് നല്ല പ്രതിഫലം, ചീത്ത ചെയ്തവർക്ക് ചീത്ത പ്രതിഫലം. അല്ല അഅ്മാലിഹിം, അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ച് റബ്ബ് അതിങ്ങനെ കൊടുക്കുന്നല്ല. അങ്ങനെ ഓരോ മനുഷ്യനും അവൻക്ക് അവകാശപ്പെട്ടത് അവൻ എന്ത് ചെയ്യും? സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ്. ഇതാണ് ശരിക്ക് നമ്മുടെ മനസ്സിൽ ആ ഒരു ഉറച്ച വിശ്വാസത്തെയാണ് അല്ലെ ഈമാൻ ബിൽ യൗമിൽ ആഖിർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ എത്ര പേരിലാണെന്നറിയോ അല്ല അന്ത്യനാളിന് വിശദീകരിച്ചത്? എത്ര പേരുണ്ട്? ഒന്ന് അസ്സാഅ, അപ്പൊ നമ്മൾ ആദ്യത്തെ അസ്സാഅത്ത്, പിന്നെ യൗമുൽ ഖിയാമ, യൗമുദ്ദീൻ, മാലിക് യൗമുദ്ദീൻ, അല്ല യൗമുൽ നുശൂർ, യൗമുൽ ബഅത്ത്, യൗമുൽ ഖുറൂജ്, വേറെ പറയുന്നത് യൗമുൽ ഫസ്ൽ, യൗമുൽ വഈദ്,
യൗമുൽ തനാദ്, യൗമുൽ ജംഅ്, യൗമുൽ ഹിസാബ്, വന്നുശൂർ, അൽ വാഖിഅ, അൽ ഖാരിഅ, എത്ര ആയത്തുകളല്ലേ? സൂറത്തു സ്സാഖ അല്ല മറ്റേ വസ്സാഖ, ഇതിനെ പറ്റി വഇദാ ജാഅത്തി അസ്സാഖ, അട്ടഹാസം അല്ലെ, ഘോരമായ ശബ്ദം. വല ഗാശിയ, സൂറത്ത് ഗാശിയന്റെ പേരെന്നതല്ലേ? അൽ ഗാശിയ, മൂടുന്ന സംഭവം. ഖാമത്തുൽ കുബ്റ, വേറെ സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞതാണ് ഒരു മഹാദുരന്തം അല്ലെ, പമ്പിച്ച ഒരു റബ്ബിന്റെ അല്ലെ. പിന്നെ അൽ ഹാക്ക, സൂറത്തുൽ ഹാക്ക, അൽ ഹാക്ക ഇതിന്റെ മറ്റൊരു പേരാണ്. ഒരുപാട് യൗമുൽ ഖുലൂദ്, അങ്ങനെ ഒരുപാട് പേരുകൾ തന്നെ റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആ സംഭവമാണെന്ന് അറിയിക്കാനാണ്. ഇത്രയും പേരില് അല്ലെ, ഒരാൾക്ക് കുറെ പേരുണ്ടെങ്കിൽ അയാൾ വലിയെന്തോ സംഭവമാണെന്ന് നമ്മൾ പറയാറില്ലേ? അതേപോലെ അള്ളാഹു ഈ ഒരു യൗമുൽ ഖിയാമക്ക് അത്ര പേരിൽ അള്ളാഹു അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യർ വളരെ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്, ഏറ്റവും അവരുടെ മനസ്സിൽ രൂഢമാവേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈമാൻ ആദ്യം തന്നെ പഠിക്കും. അതിന് ആദ്യം പറയുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹദീസാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു അത് പഠിപ്പിക്കാനായിട്ട് ഒരു മനുഷ്യന്റെ കുപ്പായവും അണിഞ്ഞ് ഒരു മനുഷ്യരൂപത്തിൽ അല്ലെ, ഒരു അടയാളം പോലും, യാത്രക്കാരന്റെ ഒരു അടയാളം പോലും തന്റെ ശരീരത്തിലില്ലാതെ, മുടിയിലില്ലാതെ, നല്ല തിളങ്ങുന്ന മുടിയുമായി, എണ്ണ തേച്ച മുടിയുമായി അല്ലെ, കറുത്ത മുടിയുമായി, വെളുത്ത കുപ്പായവുമായി നബിയുടെ കാലിന്റെ മുട്ടിനോട് കാൽമുട്ട് ചേർത്ത് വെച്ചിരുന്ന് ദീനിനെ പഠിപ്പിക്കാണ് ഹദീസ് ജിബ്രീൽ. അതിൽ ഈമാൻ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞാൽ ഈമാൻ അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി ലെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോ കാര്യം വിശദീകരിച്ചു. അതില് ഈമാൻ ബിൽ യൗമിൽ ആഖിറിനെ കൃത്യമായി പഠിപ്പിക്കാനും കൂടിയാണ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി അവിടെ എടുത്തു പറഞ്ഞ കാര്യവും അതാണ് നമ്മൾ ആമുഖമായി ചോദ്യമായിട്ട്. ഇത് മുഴുവൻ ഒരു മനുഷ്യന്റെ മനസ്സിൽ ശക്തമായിട്ട് എന്ത് ചെയ്യണം? നിലനിൽക്കണം. ലൈസൽ ബിർ, പുണ്യമെന്ന് പറയുന്നത് ലൈസൽ ബിർ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് അല്ലെ, കിഴക്കും പടിഞ്ഞാറും ഇങ്ങനെ നമ്മുടെ മുഖത്ത് ഇങ്ങോട്ട് തിരിക്കാന്നുള്ളതല്ല പുണ്യമെന്ന് റബ്ബ് പറഞ്ഞു. വലാകിന്നൽ ബിർ, ബിർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണ്? അൻ തുഅ്മിന ബില്ലാഹ് അല്ലെ, നീ അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസമാണ്. വൽ മലായികത്തി അല്ലെ, വമലായികതിഹി വകുതുബിഹി എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന ആയത്തുകൾ വേറെ. ഇതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും ഇബാദുകളെ റബ്ബ് വിശദീകരിക്കുമ്പോൾ ചില ആയത്തിനെ കോരി പോകുമ്പോൾ കാണാം മുത്തഖീകളെ റബ്ബ് പറയുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? പരലോകത്ത് വിശ്വസിക്കുന്നവർ എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. പരലോകത്ത് വിശ്വസിക്കുന്ന ആളുകൾ എന്നല്ല, വല്ലദീന യുഅ്മിനൂന ബി, ആദ്യത്തെ ആയത്ത്. ഇപ്പൊ സൂറത്ത് ബഖറ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ ആദ്യത്തെ ആയത്ത് എന്താ റബ്ബ് പറയുന്നത്? വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആദ്യത്തെ ആയത്ത് തന്നെ ഖുർആനിൽ അങ്ങനെ ഓതി തുടങ്ങുമ്പോൾ തന്നെ റബ്ബ് പറയുന്നു മുഅ്മിനീങ്ങളായ ആളുകളാരാൻ? അവർ നിന്നിലേക്ക് അവതരിക്കപ്പെട്ടതിനെ വിശ്വസിക്കുന്നവരാണ്. നിനക്ക് മുമ്പ് അവതരിക്കപ്പെട്ടതിലും വിശ്വസിച്ച ആളുകളാണ്. തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലൊക്കെ അല്ലെ വിശ്വസിച്ചതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നവരാണ്. എന്നിട്ട് റബ്ബ് ആ മുഅ്മിനീങ്ങളുടെ പ്രത്യേകത പറഞ്ഞു, വഹും ബിൽ ആഖിറതി യൂഖിനൂൻ. അവർ ആഖിറത്തിന്റെ കാര്യത്തിൽ യൂഖിൻ, എന്താ യൂഖിൻ? ദൃഢവിശ്വാസമല്ല, ഒരു ആശങ്കല്ല, ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ്, ഈമാനിനെ ശക്തമാക്കി വെച്ചവരാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്. വേറെ സ്ഥലത്തുള്ള മുഅ്മിനീൻ, എന്റെ ഇബാദുകൾ, മുഅ്മിനീങ്ങളായ എന്റെ ഇബാദുകൾ, വിശ്വാസികളായ എന്റെ ദാസന്മാർ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ ഇങ്ങനെ അല്ലദീന യുഖീമൂന സ്വലാ വയുതൂന സക്കാ വഹും ബിൽ ആഖിറതി യൂഖിനൂൻ. നിസ്കരിക്കുന്ന ആളുകൾ, നമുക്ക് നിസ്കരിക്കുന്ന ആൾക്കാരാണ്. ലോകത്ത് കുറെ മുസ്ലിങ്ങളെ കാണാം, നിസ്കരിക്കുണ്ടാവും, നോമ്പുകൾക്കുണ്ടാവും, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ ആഖിറത്തിന്റെ കാര്യം അത്ര അങ്ങോട്ട് ഉറച്ചുണ്ടാവില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവനെ ചതിക്കുന്നത്. അതുകൊണ്ടാണ് തോന്നിവാസങ്ങളില്ല, പരലോക ചിന്ത വരാത്തത് കൊണ്ട് നമ്മൾ പറയാല്ലേ അവനക്ക് പരലോക ചിന്ത അല്ല, പടച്ചവനെ പേടില്ല, അവൻ തോന്നിയത് കാണിക്കും. കാരണം ഈ കാര്യത്തെ യഖീനാക്കണമെന്നാൽ ഈമാനിനെ ദൃഢവിശ്വാസമാക്കി മാറ്റണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. നമസ്കരിക്കുന്നവർ, സകാത്ത് നൽകുന്നവർ, വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിന്റെ കാര്യത്തിൽ അവർ ദൃഢവിശ്വാസികളാണ്. പരലോക കാര്യം അത്രക്കും ശക്തമായിട്ട് അവരുടെ മനസ്സുകളിൽ അവർ ഉറപ്പിക്കുന്നതാണെന്ന്. ഈ പരലോക വിശ്വാസത്തെ സംബന്ധിച്ച് അള്ളാഹ് അത് വലിയ സംഭവമാണെന്ന് പറയാൻ റബ്ബ് ഉപയോഗിച്ച ഒരു രീതി കൂടിയുണ്ട്. അള്ളാന്റെ വിശ്വാസത്തോടെ ഈമാൻ ബില്ല എന്നതിനോടൊപ്പം ചെയ്തു വലിയ ആഖിറും കൂടി റബ്ബ് പറഞ്ഞു. നേരത്തെ നമ്മൾ 6 പറഞ്ഞു. അള്ളാഹുള്ള വിശ്വാസം, മലക്കുകളുള്ള വിശ്വാസം,
മുജ്മലുള്ള വിശ്വാസം വേദഗ്രന്ഥങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ലാസ്റ്റാണ് നമ്മൾ എന്ത് ചെയ്തത്? യൗമുൽ ആഖിറിനെ എണ്ണിയത്, പരലോകത്തുള്ള വിശ്വാസത്തെ നമ്മൾ എണ്ണിയത്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ചില ഇടങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പരലോക വിശ്വാസത്തിന്റെ ശക്തിയെ, തീവ്രതയെ മുഅ്മിനീങ്ങളെ പഠിപ്പിക്കാൻ റബ്ബ് എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ വിശ്വാസത്തോടൊപ്പം യൗമുൽ ആഖിറത്തിനും കൂടി റബ്ബ് എന്ത് ചെയ്തു? ചേർത്ത് പറഞ്ഞു. ഇവിടെ നമുക്ക് ഓടിപ്പോണ ഒരായത്താണ് സൂറത്ത് നിസായിലായത്ത്, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും ആ ഇതിനെന്ത് നിങ്ങൾ തർക്കത്തെ മടക്കണം. എന്നിട്ട് ഖുർആനിൽ എന്താണോ കണ്ടത്, ഹദീസിൽ എന്താണോ കണ്ടത്, അതിനെ സ്വീകരിക്കണം. സമീഅന വഅതഅന, അതിനപ്പുറത്തേക്ക് വേറെന്ത് ചെയ്യേണ്ടതില്ല, തർക്കത്തെ കൊണ്ടുപോകേണ്ടതില്ല. റസൂലും പറഞ്ഞത് അതാണ്, ധാരാളം ഭിന്നതകൾ കാണാം. എന്താ ചെയ്യേണ്ടത്? ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കാനാണ്. ആ ആയത്ത് പറഞ്ഞിട്ട് റബ്ബ് പറയാ, അങ്ങനെ ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കുന്നവർ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പരലോകത്തും വിശ്വസിക്കും. ഇവിടെ റബ്ബിനോടുള്ള വിശ്വാസത്തിനോടൊപ്പം റബ്ബ് എന്ത് ചെയ്തു? യൗമുൽ ആഖിറിനെ, ആ ഒരു ഈമാനിനെ റബ്ബ് എടുത്തു പറഞ്ഞു. ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഖുർആനും സുന്നത്തിനെയും സ്വീകരിക്കണം, അതിലുള്ളതിനെ സ്വീകരിക്കണം, മറ്റു തർക്കങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞു, നിങ്ങൾ മുഅ്മിനീങ്ങളാണ് ഇത് ചെയ്യേണ്ടത്. അതാണ് എന്താ മുഅ്മിനി? അന്ന് അള്ളാഹുവിലുള്ള ഈമാനും പരലോകത്തുള്ള ഈമാനും. അതാണ് ഏറ്റവും ഉത്തമം, അത് ഏറ്റവും ഉത്തമമായ ഒരു മാർഗമാണ്, രീതിയാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹുവിനെയും അതുപോലെ തന്നെ പരലോകത്തെയും വിശ്വാസത്തെ ചേർത്ത് പറയുന്ന ഒരുപാട് ആയത്തുകളും ഖുർആനിൽ കാണാൻ കഴിയുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അൽ ഈമാൻ ബിൽ യൗമിൽ ആഖിർ ശ്രേഷ്ഠമാണ്. അത് മുസ്ലിമീങ്ങൾ അതിനെ കൃത്യമായി ഉൾക്കൊള്ളണമെന്നാണ്. ഉൾക്കൊണ്ടില്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടാകും, നമ്മുടെ പ്രവർത്തനത്തിൽ പോരായ്മ ഉണ്ടാവും, നമ്മുടെ ഇടപാടുകളിൽ പോരായ്മ ഉണ്ടാവും, അല്ലെ? പരലോക ചിന്ത അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നതാണ് ആ പറഞ്ഞതിന്റെ ഒക്കെ പൊരുൾ. അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? അവർ ശ്രമിക്കണം. അതിനും വേണ്ട റബ്ബ് ഇതിനെന്ത് ചെയ്തത്? ഇതിന്റെ ഗൗരവത്തെ ഉണർത്തി പറഞ്ഞത്. ഒരുപാട് അമ്പിയാക്കളെ റബ്ബ് പറഞ്ഞയച്ചത് തന്നെ അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കാനും കൂടിയാണ്. അള്ളാഹുവിന്റെ ഇശാരത്തുമായി അവതരിച്ചവരാണ് റസൂലുമാര്. പക്ഷെ ആ റസൂലുമാരെന്ത് ചെയ്തു? അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രമല്ല പഠിപ്പിച്ചത്, പരലോകത്തുള്ള വിശ്വാസം അവരെന്ത് ചെയ്തു? പഠിപ്പിച്ച ഒരു ഉദാഹരണമാണ് ശുഐബ് നബി. ശുഐബ് നബിനെ അള്ളാഹ് മദിയൻ ഗോത്രത്തിലേക്ക് പറഞ്ഞയച്ചു. വൈല മദിയന അഖാഹും ശുഐബ, മദിയൻ ഗോത്രത്തിലേക്ക് അവരുടെ തന്നെ സഹോദരൻ ശുഐബിനെ നാം പറഞ്ഞയച്ചു. ഫഖാൽ, ശുഐബ് നബി പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ്, സമൂഹമേ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. വർജുൽ യൗമൽ ആഖിർ, അന്ത്യനാളിനെ നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. അള്ളാഹിനെ ആരാധിക്കുക. അപ്പൊ ഇബാദത്തുള്ള അള്ളാഹുവിന്റെ ഇബാദത്തിനെ പഠിപ്പിച്ചപ്പോ തന്നെ അമ്പിയാക്കൾ മുഴുവൻ പഠിപ്പിച്ച ഏറ്റവും ഗൗരവമേറിയ കാര്യമാണ് പരലോക വിശ്വാസം. പരലോകത്തിൽ നാം ഉയർത്തിക്കപ്പെടും. ജനങ്ങളെ, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കല്ലേ, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പത്തെ ഒരിക്കലും ഉണ്ടാക്കരുത്, കാരണം പരലോകത്തിൽ നിങ്ങൾ ഉയർത്തിപ്പെടാനുള്ളതാണ് എന്ന് പറയുമ്പോൾ ആ വിശ്വാസം ആർജിച്ചെടുത്ത ആളുകൾക്ക് റബ്ബ് നൽകുന്ന ഒരു വിജയമുണ്ട്, റബ്ബ് നൽകുന്ന ഒരു സഹായം. നമ്മുടെ ജീവിതത്തിൽ പല ക്രൈസിസും അനുഭവിക്കുന്നവരാണ്, പല പ്രതിസന്ധികളിലൂടെയും കടന്നുപോയവരാണ്. ഈ പ്രതിസന്ധികൾ നമ്മൾ വലിയ യുദ്ധമായിട്ട് കണക്കാക്കുക. നമ്മളും നമ്മുടെ പോരാട്ടവും നമ്മുടെ ജീവിതത്തോടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിന് വിജയമാണോ? പരലോക ചിന്ത മനസ്സിൽ ഉറക്കണം, പരലോക ചിന്ത ഉറക്കണം. ഈ അള്ളാഹുവിന്റെ വിശ്വാസത്തോടൊപ്പം തന്നെ ഞാനും മരണപ്പെടും, മരണാനന്തരം എനിക്ക് ജീവിതമുണ്ട്, എനിക്ക് സ്വർഗം അല്ലെങ്കിൽ അറിയോ സ്വർഗം ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, സ്വർഗം കിട്ടണം എന്നുള്ള ആഗ്രഹം. ആ ഈമാൻ ഉണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെന്നാണ്. അത് റബ്ബ് നൽകുന്ന വാക്കാൻ. അതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഇപ്പൊ മുഅ്മിനീങ്ങളെയും മുനാഫിക്കിനെയും അള്ളാഹ് ഇങ്ങനെ വേർതിരിക്കുന്ന ചില രംഗങ്ങൾ പറഞ്ഞു. യുദ്ധത്തിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു, ജീവിതം എന്നുള്ള ഒരു യുദ്ധമായിട്ടിക്കാരാ. ഈ പ്രതിസന്ധികളെ അല്ലെ നമ്മൾ ഒറ്റക്കാൻ, നമ്മുടെ പ്രതിസന്ധികളോട് പടവെട്ടാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കൈകളിലുള്ള ആയുധം തന്നെ നമ്മുടെ ഈമാനാണ്, അല്ലെ? നമ്മുടെ ദ്വാകളും നമ്മുടെ സൽപ്രവർത്തനങ്ങളുമാണ്. ഈ ആയുധങ്ങളുമായി നമ്മുടെ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ എതിരിടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈമാനുണ്ടോ, പരലോക ചിന്ത ഉണ്ടോ, അതൊന്നും ഒരു പ്രയാസമായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല. കാരണം അതിനെ കീഴ്പ്പെടുത്താനുള്ള ആർജവം, ശക്തി, സഹായം അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ ആയത്ത് പറഞ്ഞത്. അത് പറയുന്നു,
അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ നബിയെ അങ്ങയോട് അനുവാദം തേടി പോവുകയില്ല. എന്തിൽ നിന്ന്? യുദ്ധത്തിന് വിളിച്ചു കഴിഞ്ഞാല് ഒഴിവുകഴിവ് പറയണ്ട, റസൂൽ എനിക്കൊരു ഇന്ന തിരക്കുണ്ട്, ഞാൻ ഒന്ന് പോയി വരട്ടെ. യുദ്ധത്തിന്റെ കാരണം എന്താ? മരണം പേടിയാണ്. അതല്ലെങ്കിൽ ഇത് ജയം ഉണ്ടാവൂലേ? ഉറപ്പില്ല, യഖീനല്ല, ഈമാനില്ല. നിഫാഖ് എന്ന് പറഞ്ഞ കാപ്പറ്റല്ലേ? മുനാഫിക്കുകൾ പറയുന്ന മുനാഫിക്കുകളെ നബിന്റെ അടുത്ത് എന്ത് ചെയ്യുള്ളൂ? അനുവാദം ചോദിച്ചു പോവുള്ളൂ. റബ്ബ് പറയുന്നു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ നബിയെ നിന്നോട് അനുവാദം തേടുകയില്ല, അനുവാദം ചോദിക്കൂല. യുദ്ധത്തിന് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് അവർ പോവുകയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ ശരീരങ്ങൾ കൊണ്ട് സമ്പത്ത് കൊണ്ട് ജിഹാദ് ചെയ്യുന്ന കാര്യത്തിൽ അവരെ മുഅ്മിനീങ്ങളെ മേൽ അനുവാദം ചോദിക്കൂല. എന്നാൽ നബിയെ നിന്നോട് അനുവാദം ചോദിക്കലാരായിരിക്കും? അള്ളാഹുവിലും അന്ത്യനാളിലും പരലോക വിശ്വാസവും ഇല്ലാത്ത ആളുകൾ. അവരെന്ത് ചെയ്യൂല? അവര് യുദ്ധത്തിൽ വരാൻ താല്പര്യം കാണിക്കൂല. കാരണം അവരുടെ ഉള്ളില് ഈമാൻ ഉറച്ചിട്ടില്ല. കാപ്പറ്റിയാൻ, നിഫാക്കാൻ, പുറത്തേക്ക് കാണിക്കുന്ന ഈമാൻ മാത്രമേ ഉള്ളൂ. നാവുകൊണ്ട് പറഞ്ഞേ മാത്രമേ ഉള്ളൂ. മനസ്സുകൊണ്ട് അംഗീകരിച്ച വിശ്വാസം അവിടെ ഹൃദയത്തിൽ തട്ടിയിട്ടില്ല. അതുകൊണ്ടല്ലേ അവര് മാത്രമേ നബിയെ അനുവാദം തേടുള്ളൂ. കാരണം എന്തായാലോ കുലൂബുഹും, അവിടെ ഹൃദയങ്ങളിൽ സംശയങ്ങളാൽ. അല്ലെങ്കിൽ മുനാഫിക്കുകൾ മുഅ്മിനീങ്ങളാവൂലേ? അല്ലെ? ജയിക്കുന്നുള്ള വിശ്വാസം ഇതിന്റെ ഒപ്പം അവർ നിൽക്കൂലേ? അവരുടെ മനസ്സിൽ. കാരണം മദീനയിലെ മുനാഫികളെ സംബന്ധിച്ചിടത്തോളം അവര് കണ്ടു വളർന്നത് വലിയ പാരമ്പര്യമുള്ള മതങ്ങളെയാണ്. പ്രത്യേകിച്ച് ജൂതന്മാരെ മതം, എത്രയോ കാലങ്ങൾ ദൈർഘ്യമുള്ള ജൂതമതം, അതുപോലെ ക്രൈസ്തവ മതം, അതിനൊക്കെ ദുനിയാവിൽ നിന്ന് നിലനിൽപ്പുണ്ടെന്ന് കണ്ടു തുടങ്ങിയ ആൾക്കാരാണ് അവര്. അവരെ വിജയിക്കും. അങ്ങനെ ഇതിന്റെ കൂടെ ആകെ തന്നെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അതും പാവപ്പെട്ട മക്കയിൽ നിന്ന് വീടുമില്ല നാടുമില്ല, നാട്ടുകാര് പുറത്താക്കി കുറച്ച് ആൾക്കാരും കൊണ്ടാണ് മുഹമ്മദ് വന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹു വിജയം കൊടുക്കും. ഈമാനുള്ള ആളുകൾ യുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിൽ തന്നെ അവരുടെ മനസ്സിൽ ജയം അല്ലെങ്കിൽ പരലോകത്ത് വിജയം, അത് അവരുടെ മനസ്സിൽ ഉറപ്പാണ്. അപ്പൊ നമ്മളെ പരലോക വിശ്വാസത്തെ, ഈമാൻ എന്ന് പറയുന്ന അൽ ഈമാനു ബിൽ യൗമിൽ ആഖിറ, ആ ആഖിറിനെ ശക്തിപ്പെടുത്തുന്ന ആളുകൾക്ക് ദുനിയാവിലെ എല്ലാ പ്രതിസന്ധികളിലും പടച്ച റബ്ബിൽ നിന്നുള്ള സഹായം ഉണ്ടാകും എന്ന കാര്യമാണ്. അത് നമ്മളെ നന്നാക്കി തരാന്ന് മാത്രമല്ല, അല്ലെ? പരലോക വിശ്വാസത്തെ നമ്മൾ നല്ല നിലക്ക് ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കുകയാണെങ്കിൽ, മനസ്സിൽ ഊട്ടിയുറപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് വിജയം നൽകും. മുനാഫിക്കുകൾ പരാജയത്തെ ഭയപ്പെട്ടതാണ്. എന്നാൽ മുഅ്മിനീങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും എന്ത് ചെയ്യും? അല്ലെ? അവർക്ക് അള്ളാഹു വിജയം കൊടുത്തു. ഇപ്പൊ ത്വാലൂത്തിന്റെയും ജാലൂത്തിന്റെയും സംഭവങ്ങൾ റബ്ബ് വിശുദ്ധ ഖുർആനിൽ എന്ത് ചെയ്യുന്നു? പറയുന്നു. സൂറ ബഖറയില് ആ സംഭവം റബ്ബ് എടുത്ത് പറയുന്നുണ്ട്. ഫലമ്മാ ജാവസഹു ഹുവ വല്ലദീന ആമനു. അല്ലെ? ത്വാലൂത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങളെയും കൊണ്ട് എന്ത് ചെയ്തു? പുറപ്പെട്ടു. മുഅ്മിനീങ്ങളെയും കൊണ്ട് പുറപ്പെട്ടു. ഖാലു, അന്നേരം ഒപ്പുണ്ടായിരുന്ന മുഅ്മിനീങ്ങൾ പറഞ്ഞു, ലാ ത്വാഖത ലനൽ യൗം ബിജാലൂത്ത് വബിജുനൂദിഹി. അല്ലെ? ഈ ജാലൂത്തിന്റെ സൈന്യത്തെയും എതിരിടാനുള്ള ശക്തി നമുക്കില്ല, നമുക്കൊരു ശക്തിയില്ല, നമ്മൾ നിരായുധരാണ്, നമ്മളിപ്പോ സംഘബലവും നമുക്ക് കുറവാണ്. അങ്ങനെ ഖാലല്ലദീന യظنون അന്നഹും മുലാഖുല്ലാഹ്, എന്നാൽ അവരുടെ കൂട്ടത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് വിചാരമുള്ള ആളുകൾ, റബ്ബിനെ കണ്ടുമുട്ടും എന്നുള്ള വിചാരം എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഈമാനു ബിൽ യൗമിൽ ആഖിറൻ. അല്ലെ? മരണവും മരണാനന്തര ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അതിൽ കരുതലുള്ള ആളുകൾ അന്നേരം വിളിച്ചു പറഞ്ഞു, കം മിൻ ഫിഅത്തിൻ ഖലീല, എത്രയെത്ര കൊച്ചു സൈന്യങ്ങളാണ്, ഗലബത ഫിഅത്തൻ കസീറ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയാൽ, അള്ളാഹുവിന്റെ ഉദ്ദേശത്താൽ വലിയ വലിയ സൈന്യങ്ങളെ തകർത്തോടിച്ചത്, അവരെ തകർത്ത് കളഞ്ഞത്, അതിന്റെ ശക്തി. അപ്പൊ ഇവർക്ക് വിജയം കൊടുത്തത് എന്താണ്? അവിടെ മനസ്സിലുള്ള ഈമാൻ ഉണ്ടെങ്കിൽ പിന്നെ മരണവും മരണാനന്തര ജീവിതം എന്തെല്ലാം ഒരു പ്രയാസമായിട്ട് തോന്നൂല. കാരണം അതിനുവേണ്ടി അയാൾ ഒരുങ്ങാണ്. അതിനുവേണ്ടി അയാൾ ഒരുങ്ങി. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അല്ലെ? അബൂ മൂസൽ അശ്അരി നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട്. ഹദീസുകൾ ഇങ്ങനെ കുറെ റിവായത്ത് ചെയ്ത സ്വഹാബികൾ ഒരാളാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു മരിച്ചത് എങ്ങനെ? വിശുദ്ധ റസൂൽ ഒരു വാക്ക് പറഞ്ഞു, ഇന്ന അബ്വാബൽ ജന്ന തഹ്ത ളിലാലി സുയൂഫ്. ചില പണ്ഡിതന്മാര് സ്വഹീഹാണെന്ന് വിശേഷിപ്പിച്ചു. ചില പണ്ഡിതന്മാർ അതിന് ആ ഹദീസുകൾക്ക് ചില
ആ റിവായത്തിന് ചില പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും സ്വീകാര്യമായ രൂപത്തിലാണ് ആ ഹദീസിനെ ഭൂരിഭാഗം പണ്ഡിതന്മാരും കൈക്കൊണ്ടിട്ടുള്ളത്. എന്താ നബി പറഞ്ഞു, ഇന്ന അബ്വാബൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ, തഹ്ത ളിലാലി സുയൂഫ്, വാളുകൾക്ക്, വാളിന്റെ തണലുകൾക്ക് കീഴിലാണ്. ഞാൻ ചില എന്താണ് ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ ഇസ്ലാം ഭയങ്കര ഭീകരവാദാണെന്ന് പറയാനുണ്ടാ ഇതിനെ എടുത്തു കൊടുക്കാറുണ്ട്. എന്താണ് വാളിന്റെ മതാണെന്ന് പറയാൻ. റസൂലുള്ള ആ വാക്ക് ഉപയോഗിച്ചത് എപ്പോഴാണ്? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു മുശ്രിക്കീങ്ങളുടെ നടുവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു യുദ്ധ സമയത്ത് മുശ്രിക്കീങ്ങളുടെ നടുവിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് റസൂലുള്ള പറയാൻ, തീർച്ചയായും സ്വർഗത്തിന്റെ വാതിലുകൾ, ഇന്ന അബ്വാബൽ ജന്ന തഹ്ത ളിലാലി ശുയൂഫ്, അത് വാളുകളുടെ തണലുകളിൽ നിലകൊള്ളുന്നതാണ്. വാളിന്റെ തണലിന്റെ ചോട്ടിലാണ്, വാളിന്റെ തണലിന്റെ ചോട്ടിലാണ് സ്വർഗം അയാൾക്ക് ഉണ്ടെന്നാണ് റസൂലുള്ള പറഞ്ഞതിന്റെ രീതി. ആ വാചകത്തിന്റെ സൗന്ദര്യം അങ്ങനെ. അത് കേട്ടപാടെ ആ മുശ്രിക്കീങ്ങളുടെ ശത്രുപാളയത്തിന്റെ ഇടയിലേക്ക്, അവരുടെ വാളിന്റെ അടിയിലേക്ക് കുതിച്ചു ഞാൻ. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്നിട്ട് രാവിലെ ഷഹാദത്ത്, ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായ രംഗത്ത് അവിടെ പറഞ്ഞു. യഥാർത്ഥത്തിൽ അതൊരു വിജയമാണ്. കാരണം പരലോകത്തെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് സ്വർഗമാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ നമുക്കറിയാം. ഉബൈർ ഇബ്നു ഹമ്മാം റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹ് മറ്റേ ബദറിന്റെ ആ സമയത്താണ് ജിഹാദുമായി ബന്ധപ്പെട്ട സംഭവം പറഞ്ഞു കൊടുക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന കാരക്ക വരെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ചാടി പുറപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ പരലോക ചിന്ത ശക്തമാണ്. കാരണം മരണവും മരണാനന്തരവുമായ ജീവിതത്തെ പുൽകാൻ അവർ റെഡിയായവരാണ്. അള്ളാഹുവിന്റെ അരികിൽ സ്വർഗമുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയൂല. അങ്ങനെയുള്ള ആളുകൾ എല്ലാ നിലക്കും റബ്ബിന് വേണ്ടി എന്ത് ചെയ്യും? പോരാടാൻ. അവരുടെ ശരീരവും അവരുടെ സമ്പത്തും മുഴുവൻ അവരെ ഇറക്കി വെക്കാൻ അവർ റെഡിയാകുമെന്നാൽ നിങ്ങൾ എണീറ്റുകൊള്ളുവിൻ, നിങ്ങൾ പുറപ്പെടുവിൻ. സ്വർഗം എന്ന് പറയുന്നത് ആകാശഭൂമികളുടെ സ്ഥിതിയുള്ള അതിവിശാലമായ സ്വർഗം ആണ് എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലെ കയ്യിലുള്ള കാരക്ക വലിച്ചെറിഞ്ഞ് മഹാനായ ആ സ്വഹാബി ഇറങ്ങി പുറപ്പെട്ടത് എന്നാണ് പറയും. ഒരുപാട് സംഭവങ്ങൾ കാണാം. ഈമാനിന്റെ ശക്തി കൊണ്ട് മരണചിന്ത ഒന്നും അല്ലെ, മരണാനന്തര ജീവിതത്തിന് വേണ്ടി റെഡിയായ ആളുകൾ, അതൊക്കെ അവരുടെ ജീവിതത്തിൽ വിജയം. അനസ് ഇബ്നു നളർ എന്ന സ്വഹാബിയാണ്. ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, സ്വർഗം അല്ലെ, ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഇതിന് മരണപ്പെട്ട ആളുകൾക്ക് സ്വർഗമാണ് എന്നുള്ള ഘട്ടം ഇങ്ങനെ പറഞ്ഞെടുത്തപ്പോ ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടില്ല? അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അനസ് ഇബ്നു നളറിന്. അന്ന് എന്തോ കാര്യത്തിൽ അദ്ദേഹം യുദ്ധത്തിന് വരാൻ പറ്റിയില്ല. പിറ്റേ ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത്, പിന്നീട് നടന്ന യുദ്ധത്തിന്റെ സമയത്താണ് റസൂലിന്റെ അടുത്ത് പറയുന്നത്, റസൂലേ, നിങ്ങൾ മുശ്രിക്കീങ്ങളോട് യുദ്ധം ചെയ്ത ആദ്യത്തെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇനി എനിക്ക് മുശ്രിക്കീങ്ങളോട് ഒരു യുദ്ധം ചെയ്യാൻ എനിക്കൊരു അവസരം തന്നാൽ ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത് അള്ളാഹ് കാണിച്ചു തരും. എന്നെ കൊണ്ട് എന്ത് പറ്റും എന്നുള്ളത്. അതാണ് അവരുടെ മനസ്സിൽ അങ്ങനത്തെ വാക്ക് പറയാൻ അവരെ പ്രേരിപ്പിച്ചത്. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാൾ അത്രക്കും ഇവരെ കാത്തിരിക്കുന്നു എന്ന ചിന്തയാൽ. അങ്ങനെ നബി അനുവാദം കൊടുത്തു. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ റസൂലുള്ളാഹി അനുവാദം കൊടുത്തു. സ്വർഗം അത്രക്കും ഇഷ്ടമായിരുന്നു ആ സഹാബിക്ക്. സ്വർഗം അത്രക്കും ഇഷ്ടമായത് കൊണ്ട് തന്നെ അദ്ദേഹം സ്വർഗത്തിന്റെ പരിമളം, ഉഹദിന്റെ താഴെ ഞാൻ സ്വർഗത്തിന്റെ പരിമളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, വാസനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? പോയത്. ഞാൻ സ്വർഗത്തിന്റെ മണം എനിക്കിത് അവിടെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയെങ്കിൽ അവർക്ക് മനസ്സിലുണ്ടായിരുന്ന, ആഖിറത്തിലുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ ശക്തി, അത് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന വിജയമാകുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത്. അല്ലെ, റസൂലുള്ളാഹി സ്വഹാബത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോ ഈ പറഞ്ഞു വന്നത് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, പരലോക വിശ്വാസം, അതിനെ ശക്തിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നിടത്തോളം നമ്മുടെ ജീവിതം, ഇഹലോക ജീവിതം നന്നാവും. ദുനിയാവിനോടും വല്ല പൂജയൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, ഏത് ഉപദേശവും നമുക്ക് ഉപകരിക്കൽ എപ്പോഴാണ്? പരലോക ചിന്ത മനസ്സിലുണ്ടെങ്കിലാണ്. പരലോക ചിന്ത, മരണവും മരണാനന്തര ജീവിതം ഉണ്ട് എന്നുള്ള വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ ഉപദേശം ഫലിക്കും. അല്ലെങ്കിൽ ഒരു എത്ര ഉപദേശിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. എത്ര ഉപദേശിച്ചിട്ട് ഏറ്റവും വലിയ ഉപദേശം ഏതാ? ഖുർആനാണ്. ഏറ്റവും വലിയ ഉപദേശം എന്ന് പറഞ്ഞത് ഖുർആനല്ലേ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകളല്ലേ. അത് നമ്മളെ മനസ്സിലേക്ക് തട്ടണമെങ്കിൽ നമ്മളെ മനസ്സിൽ ഈമാനു ബിൽ യൗമിൽ ആഖിറ ശക്തമാവണം. പരലോക ചിന്ത, പരലോക വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉറക്കണം. അത് ഏതാ സംഭവം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു ആയത്താൻ. അത് നമ്മൾ മനസ്സിൽ എപ്പോഴും പോരണം. റബ്ബ് പറയുന്നത്, ദാലിക യുഅദു ബിഹി മൻ കാന മിൻകും യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ
അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ ആരാണോ അവർക്ക് ആ വഅദ് ഉപകരിക്കപ്പെടും. ഏതാ വഅദ്? ഖുർആൻ. ഖുർആൻ എന്ത് ചെയ്യും? അവർക്ക് ഉപകരിക്കപ്പെടും. ഖുർആന്റെ ആയത്ത് അതല്ലേ, ഫദക്കിർ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നീ ഉപദേശിച്ചോ, ഉപദേശം ഉപകരിക്കും ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. മുഅ്മിനീങ്ങൾ അല്ലാത്ത ആളുകൾക്ക് ഒരു ഉപദേശവും മനസ്സിൽ തട്ടുകയില്ല എന്നാൽ അപ്പൊ പറയുന്നു ഫദക്കിർ ബിൽ ഖുർആനി മയ്യഖാഫു വഈദ്. അള്ളാഹുവിന്റെ വഈദിനെ ആരാണോ ഭയപ്പെടുന്നത്, നരകമാകുന്ന റബ്ബിന്റെ ശിക്ഷയെ ആരാണോ ഭയക്കുന്നത്, അവൻക്ക് നീ ഖുർആനിനെ കൊണ്ട് ഉപദേശം കൊടുക്കുന്ന നബിയേ. ഖുർആൻ പറ. അതാണ് ആദ്യം അറിഞ്ഞ ആയത്ത്. എന്താണ്? ഈമാൻ, പരലോക ചിന്ത ഉറപ്പിക്കുന്ന ഈമാൻ ബിൽ ആഖിറയെ സംബന്ധിച്ചുള്ള ആയത്തുകളാണ് എന്ന് പറഞ്ഞു. റബ്ബ് പറഞ്ഞല്ലോ, ഇന്നമ അൻത മുദക്കിർ ഇന്നമ അൻത മുൻദിറു മൻ യഖ്ശാ. വേറെ ആയത്തിൽ എങ്ങനെ? ഇന്നമ അൻത മുൻദിറു മൻ യഖ്ശാഹ. നബിയെ, നീ ഒരു താക്കീതുകാരനാണ്. ആർക്കാ താക്കീത് കൊള്ളുള്ളൂ? മൻ യഖ്ശാഹ. ആ താക്കീത് ഭയപ്പെടുന്ന ആൾ, പടച്ച റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെടുന്ന ആൾക്ക് ആ താക്കീത് ഉപകരിക്കുമെന്നാണ്. അങ്ങനെ കുറെ ആയത്തുകൾ. ഇന്ന ഫീ ദാലിക ലആയ ലിമൻ ഖാഫ അദാബൽ ആഖിറ. ആഖിറത്തിന്റെ ശിക്ഷയെ ഭയപ്പെട്ടവൻ ആരാണോ അവൻക്ക് ഈ ആയത്തുകളിലൊക്കെ എന്തുണ്ട്? ദൃഷ്ടാന്തമുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ, നബിയുടെ വർത്തമാനങ്ങളിൽ അയാൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലാത്തവർക്ക് അത് തട്ടുന്നല്ല. നമ്മൾ സൂറത്തുൽ മുദ്ദസ്സിറിൽ നമ്മൾ പഠിച്ച വാചകം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. ഫമാലഹും അനിത്തദിക്കിറതി മുഅരിളീൻ. ഫമാലഹും അനിത്തദിക്കിറതി മുഅരിളീൻ. എന്താ അവർക്ക് എന്തു പറ്റി? ഈ ദിക്റിനെ സംബന്ധിച്ച് അവരെന്താണ്? മുഅരിളീൻ. അതിനൊക്കെ ഇങ്ങനെ തട്ടി അകറ്റുന്നവരാണ്. സ്വീകരിക്കണില്ല, ഉപകരിക്കുന്നില്ല. ഉപദേശങ്ങൾ ഏറ്റവും തെദിക്കിറത്ത് എന്ന ഉദ്ദേശം എന്താ? ഖുർആനും സുന്നത്തും, നബിയുടെ ഉപദേശങ്ങളും അള്ളാന്റെ ഉപദേശങ്ങളുമാണ്. ഇതിൽ നിന്ന് അവരെന്താണ്? മുഅരിളീൻ, തിരിഞ്ഞു നടക്കുന്നവരാണ്. കഅന്നഹും ഹുമുറും മുസ്തംഫിറ. ഉപദേശങ്ങളിൽ നിന്ന് ഓടിയകലുന്നവർ ആരെ പോലെയാണ്? വിറളി പിടിച്ച കഴുതകൾ പോലെ. അപ്പൊ പറയാം ഹുമുറുൻ മുസ്തംഫിറ. എന്താ ഹുമുർ? കഴുതകൾ. കഴുതക്കൂട്ടത്തിന് പറയും അല്ലെ, അള്ളാരെ കഴുതകളെ, അള്ള വിളിക്കണവരെ, കളിയാക്കാൻ. അവർ വിറളി പിടിച്ച കഴുതകൾ പോലെയാണ്. ഫറത്ത് മിൻ ഖസ്വറ. അല്ലെ, ചടകൊടഞ്ഞെണീക്കുന്ന മഹാസിംഹങ്ങളിൽ നിന്ന് ഓടിയകലുന്ന, ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കഴുതകൾ പോലെ, അഥവാ സിംഹത്തിൽ നിന്ന് ഓടിയകലുന്ന വിറളി പിടിച്ച കഴുതകൾ പോലെയാണ് ആര്? പരലോകത്ത് ഈ പറയപ്പെട്ട ആളുകളുടെ അവസ്ഥയെന്ന്. ഏത് പറയപ്പെട്ട? ഉപദേശത്തെ സ്വീകരിക്കാത്ത ആൾ. ഉപദേശം സ്വീകരിക്കണമെങ്കിൽ, ഉപദേശം കൊള്ളണമെങ്കിൽ മനസ്സിൽ പരലോക ചിന്തയെ അവൻ നട്ട് വളർത്തി, അതിനെ നനച്ച് വലുതാക്കി, അതിനെ അവന്റെ മനസ്സിൽ വലിയ മഹാസംഭവമായിട്ട് അവൻ കൊണ്ടാടണം. അതിന് വിശുദ്ധ ഖുർആനും ആയത്തുകളുമാണ് ഉപകരിക്കുക. അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിലുള്ള ഭയം ഉണ്ടാവും. അല്ലെ, കല്ലാ ബല്ലാ യഖാഫൂനൽ ആഖിറ. റബ്ബ് സൂറത്തിൽ പറഞ്ഞു, ഈ ഉപദേശം സ്വീകരിക്കാത്ത ആളുകൾ ആഖിറത്തിൽ എന്ത് ചെയ്തിട്ടില്ല? ഭയപ്പെട്ടിട്ടില്ല. ആ ആഖിറത്തിനെ സംബന്ധിച്ചുള്ള ഭയം അള്ളാഹു നമ്മളിൽ നിറക്കുമാറാവട്ടെ. മരണവും മരണാനന്തരവും ഓരോ ജീവിതങ്ങളുടെ അവസാനവും വാർത്തകളിലൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ ഓർക്കാനും, ആ നമ്മുടെ ജീവിതത്തിന് ശേഷം, നമ്മുടെ ഈ ഇഹലോക ജീവിതത്തിന് ശേഷം വരുന്ന ദിവസത്തെ നന്നാക്കാനുമുള്ള വിശ്വാസം റബ്ബ് നമ്മളെ ശക്തിപ്പെടുത്തി തെരുമാറാവട്ടെ. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾക്ക് റബ്ബ് അവസരം നൽകട്ടെ. അതിനുള്ള അറിവ് നമുക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. ഈമാനു ബിൽ യൗമിൽ ആഖിർ. നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹു യഖീനാക്കി തെരുമാറാവട്ടെ. ദൃഢവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അള്ളാഹു അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കട്ടെ. അവർക്ക് അള്ളാഹു സമാധാനവും ആശ്വാസവും നൽകട്ടെ. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടം ഹലാലായ മാർഗത്തിൽ വിട്ടാനുള്ള തൗഫീക്ക് നൽകട്ടെ. അറിഞ്ഞും അറിയാതെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ തിന്മകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ, ആരാധനകളെ സ്വീകരിക്കണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.